മകളെ, സഹോദരി സഹോദരന്മാരെ, ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ 74ാമത് വാർഷിക പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലുടനീളം ഒക്ടോബർ മാസം 20 മുതൽ 27 വരെ വിവിധ രൂപത്തിൽ ഈ വാർഷികാചരണ പരിപാടി സംഘടിപ്പിച്ചു വരികയാണ്. 1946 ഒക്ടോബർ മാസത്തിലാണ് പുന്നപ്ര വയലാർ പ്രദേശങ്ങളിൽ തിരുവിതാംകൂർ രാജഭരണത്തിനെതിരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമെതിരായൊരു പോരാട്ടം തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സായുധ സമരമായിരുന്നു പുന്നപ്ര വയലാറിൽ നടന്നത്. 1857 ശിപ്പായി ലഹള, 1921 മലബാർ കലാപം, ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങളായിരുന്നു. അതേ നിലയിൽ നടന്ന ഒരു പോരാട്ടമാണ് പുന്നപ്ര വയലാർ സമരമെന്ന് നാം ഈ സന്ദർഭത്തിൽ വിലയിരുത്തേണ്ടതാണ്. പുന്നപ്ര വയലാർ സമരം നടക്കുന്നതിന് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ അന്ന് ഒരു നാട്ട് രാജ്യമായി രാജാവിൻ്റെ ഭരണം നിലനിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇന്ത്യയിൽ 563 നാട്ടുരാജ്യങ്ങൾ അതാത് സ്ഥലത്തുള്ള രാജഭരണത്തിന് കീഴിലായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ അന്ന് സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് വിരുദ്ധ കലാപം മറ്റ് പല സ്ഥലങ്ങളിൽ നടന്നതുപോലെ രാജഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നടന്ന സമരത്തിൽ ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നടന്ന സമരവും രാജഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നടന്ന സമരവും തമ്മിൽ ചില വ്യത്യാസങ്ങൾ കാണാം. കേരളത്തിലെ മലബാർ പ്രദേശം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള പ്രദേശമായിരുന്നു. എന്നാൽ തിരുവിതാംകൂർ, തിരുകൊച്ചി പ്രദേശങ്ങൾ രാജഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളുമായിരുന്നു. ഇതിൻ്റെതായ വ്യത്യാസം നമുക്ക് കേരളത്തിൽ തന്നെ ഈ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ നമുക്ക് വിലയിരുത്തിയാൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങൾ ആ കാലത്ത് പ്രബലമായ നിലയിൽ നിലനിൽക്കുന്ന പല പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രബലമായ ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ നാട്ടുരാജ്യം. ബ്രിട്ടീഷുകാർക്കെതിരായി ശക്തമായ പോരാട്ടങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തിരുവിതാംകൂറിൽ രാജഭരണത്തിനെതിരായ പോരാട്ടവും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടവും ജമ്മിത്തത്തിനെതിരായ പോരാട്ടവും സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സജീവമായി ഇടപെട്ട പ്രദേശം കൂടിയാണ് തിരുവിതാംകൂർ പ്രദേശം. അങ്ങനെയെല്ലാമുള്ളൊരു പ്രത്യേകത തിരുവിതാംകൂറിനുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായി സംഘടിതമായ പല സമരങ്ങളും പല ഘട്ടങ്ങളിലായി നടന്നെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ സന്നദ്ധമായിരുന്നില്ല. എന്നാൽ ലോക സംഭവഗതികളിൽ വന്ന മാറ്റമാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഇടയാക്കിയതെന്നുള്ള വസ്തുത നാം കാണാതെ പോകരുത്. രണ്ടാം ലോകമഹായുദ്ധം നടന്നപ്പോൾ ആ യുദ്ധത്തിൽ ജർമ്മനിയുടെയും ജപ്പാൻ്റെയും പതനത്തോടുകൂടി രണ്ടാം ലോകമഹായുദ്ധം 1945 അവസാനിച്ചു. ആ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി മാറിയത് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്.
സോവിയറ്റിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാലിൻ്റെ ചെമ്പടയാണ് മോസ്കോവിലേക്ക് കടന്നു വന്ന ജർമ്മൻ പടയെ തുരത്തി ഓടിച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ ജർമ്മനിയെയും ജപ്പാൻ്റെയും സാമ്രാജ്യത്വ കൂട്ടുകെട്ടിനെ തോൽപ്പിച്ചുകൊണ്ട് അന്ന് സോവിയറ്റ് യൂണിയൻ പ്രധാനപ്പെട്ട ശക്തിയായിട്ട് മാറി. അതോടുകൂടി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ സാമ്രാജ്യത്വ ഭരണകൂടങ്ങളും ദുർബലമായി. 45 ശേഷം ലോക സംഭവഗതികളിൽ വലിയ മാറ്റമുണ്ടായി. ആ സംഭവത്തെ തുടർന്നാണ് ബ്രിട്ടനിലും ഇന്ത്യയുടെ ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടനിലും അധികാരമാറ്റമുണ്ടായി. ബ്രിട്ടനിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നത്. അന്ന് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ക്ലെമന്റ് ആറ്റ്ലി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി തന്നെ പല ഇടങ്ങളിലും കൊളോണിയൽ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടൽ ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ ഭാഗത്തുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറേണ്ടി വരും എന്നുള്ള ബോധ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കടന്നു വന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപത്തിലുള്ള കലാപങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വം ദുർബലമായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇന്ത്യയിലും ശക്തിപ്പെടാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റുകാർ ഈ സമരത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ചതോടുകൂടി ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പുതിയ ഉത്തേജനം ലഭിച്ചു. സോഷ്യലിസത്തിന് വേണ്ടി പോരാടുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളിലും വിമോചന പോരാട്ടങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് ഇടപെടൽ ശക്തിപ്പെട്ടു. പലയിടങ്ങളിലും നടന്ന പോരാട്ടങ്ങളിൽ സാമ്രാജ്യവിരുദ്ധ പോരാട്ടങ്ങളെ ഒരു ജനകീയ സമരമാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യക്ഷത്തിൽ ഇടപെടാൻ തുടങ്ങി. കർഷകരെയും തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവരെയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് പ്രാധാന്യമറിയിക്കുന്ന സംഭവ വികാസങ്ങളായി. ബോംബെയിലെ നാവിക കലാപം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാപമായി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിലെല്ലാം സജീവമായി പങ്കെടുക്കുന്നു എന്നത് ബ്രിട്ടീഷ് ഭരണകൂടവും തിരിച്ചറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തിപ്പെടാൻ തുടങ്ങിയതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരാൻ തുടങ്ങി. ഇത്തരമൊരു സന്ദർഭത്തിലാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചുകൊണ്ട് അധികാര കൈമാറ്റത്തിന് വേണ്ടിയുള്ള പ്രക്രിയ ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് 11 പ്രവിശ്യകളായിരുന്നു അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നത്. അതിൽ രാജ്യസഭയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഈ 11 പ്രവിശ്യകളിൽ നിന്നും തിരഞ്ഞെടുപ്പ് നടന്നു. അന്ന് മുഖ്യമായി ഉണ്ടായിരുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിരുന്നു അവിഭക്ത ഇന്ത്യയിൽ. അതിൽ 8 പ്രവിശ്യകളിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചു. 69% സീറ്റ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കോൺഗ്രസിന് ലഭിച്ചു. ബാക്കി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. ഇതിൻ്റെ ഫലമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരിടക്കാല മന്ത്രിസഭ രൂപീകരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് അനുമതി കൊടുത്തു. അങ്ങനെയാണ് 1946 സെപ്റ്റംബർ മാസം 2 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ഒരിടക്കാല മന്ത്രിസഭ രൂപം കൊള്ളുന്നത്. ആ മന്ത്രിസഭയിൽ 5 മുസ്ലിം ലീഗുകാരും ഉണ്ടായിരുന്നു. ആ 5 മുസ്ലിം ലീഗുകാർ ഉൾപ്പെട്ട ആ ഇടക്കാല മന്ത്രിസഭ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അന്ന് വിവിധ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്രമായ പദവിയോടുകൂടി അതാത് പ്രദേശങ്ങളെ രാജ്യമാക്കി നിലനിർത്താം എന്നൊരാശയം ഉയർന്നു വന്നു. അതല്ല, ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണം എന്നുള്ള ആശയവും ഉയർന്നു വന്നു.
ഇങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്ന സന്ദർഭത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ നാട്ടുരാജ്യമായി തുടരണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഈ സമീപനത്തിന് അന്ന് ബ്രിട്ടൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആഗ്രഹിച്ചത് സ്വതന്ത്ര രാജ്യമായി തിരുവിതാംകൂർ തുടരട്ടെ എന്നായിരുന്നു. മുഹമ്മദ് അലി ജിന്നയുടെ പിന്തുണയും അന്ന് ഈ വാദത്തിന് അനുകൂലമായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് 46-ന് ശേഷമുള്ള ഈ പുതിയ സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ അതുപയോഗിച്ചുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ശക്തനായി നിൽക്കാനും ഇതൊരു സ്വതന്ത്ര നാട്ടുരാജ്യമായി നിലനിർത്താനും തിരുവിതാംകൂർ രാജാവ് മുൻകൈയെടുത്തു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം സ്വതന്ത്ര രാജ്യം അമേരിക്കൻ മോഡൽ ഭരണമായിരിക്കണം, പ്രസിഡൻഷ്യൽ മോഡൽ ഭരണം. അതായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് തൊഴിലാളികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റുകാർ രൂപപ്പെടുത്തിയെടുത്ത പ്രധാനപ്പെട്ട ആശയം, പ്രായപൂർത്തി വോട്ടവകാശം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെതിരായിട്ടുള്ള ആശയപ്രചാരം ചെയ്തത്. അതോടൊപ്പം തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ മുമ്പിൽ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. പ്രത്യേകിച്ച് തൊഴിലാളികളുടെ കടുത്ത ചൂഷണത്തിന് വിധേയമായിരുന്ന തൊഴിലാളികൾ അവകാശബോധമുള്ളവരായി മാറി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ തിരുവിതാംകൂർ രാജാവ് തയ്യാറായിരുന്നില്ല. തൊഴിലാളികളെന്ന് പ്രധാനമായി മുന്നോട്ട് വെച്ച ആവശ്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യം ദിവാന ഭരണം അവസാനിപ്പിക്കണം, പ്രായപൂർത്തി വോട്ടവകാശം അനുവദിക്കണം, കുടികിടപ്പുകാർക്ക് സ്ഥിര അവകാശം ലഭിക്കണം, ജോലി സ്ഥിരത ഉറപ്പുവരുത്തണം, തൊഴിലാളികൾക്ക് ബോണസ് ഉറപ്പുവരുത്തണം, പിരിച്ചുവിടൽ നിർത്തലാക്കണം, മിനിമം കൂലി തൊഴിലാളികൾക്ക് ലഭിക്കണം, സ്ത്രീകൾക്ക് പ്രസവ ആനുകൂല്യം ലഭിക്കണം, വൈദ്യസഹായം വേണം, പോലീസുകാർക്ക് മെച്ചപ്പെട്ട വേതനം നൽകണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു. ഇങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിഷമത അനുഭവിക്കുന്നവൻ്റെ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നത്. ഈ ആവശ്യങ്ങളെല്ലാം അടങ്ങിയ നിവേദനം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ടു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായവരുമായി, തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമായി, അന്നത്തെ സ്റ്റേറ്റ് കോൺഗ്രസുമായും ചർച്ച നടത്താൻ തിരുവിതാംകൂർ രാജാവ് ആദ്യ സന്നദ്ധമായി. തൊഴിലാളികൾ സമരരംഗത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടിയായിരുന്നു ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം സന്നദ്ധനായത്. ചർച്ചയിൽ തിരുവിതാംകൂർ രാജാവ് തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ഒട്ടനവധി ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി. പക്ഷേ അദ്ദേഹം അമേരിക്കൻ മോഡൽ ഭരണം എന്നുള്ള നിലപാട് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അമേരിക്കൻ മോഡൽ ഭരണം, സ്വതന്ത്ര രാഷ്ട്രമെന്നുള്ള പദവി നിലനിർത്തിക്കൊണ്ടുള്ള ഇതിനല്ലാതെ മറ്റൊന്നിനും രാജാവ് സന്നദ്ധമായിരുന്നില്ല. പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളതല്ല, അതിനു പകരം പ്രസിഡൻഷ്യൽ മോഡൽ ഭരണം എന്നാണ് രാജാവ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. തൊഴിലാളികൾക്ക് ആവശ്യമായ മറ്റു കുറേ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാൻ രാജാവ് തയ്യാറായിട്ടും ഈ പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഒക്ടോബർ മാസം 22 മുതലുള്ള തീയതികളിൽ സമരങ്ങൾ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്നത്തെ ആലപ്പുഴയിലെ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ ബോധം എത്ര ഉയർന്നതായിരുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ നാം പരിശോധിക്കേണ്ടത്. ആ ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ള തൊഴിലാളികളായതുകൊണ്ടാണ് പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടൽ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ആ പോരാട്ടത്തിൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ വരുന്നു. കേവലം തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഏർപ്പെട്ടതെന്ന് തൊഴിലാളികൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആലപ്പുഴയിൽ തൊഴിലാളികൾ സമരരംഗത്തേക്ക് വരുന്നത്. ആ സമരം
ചോരയിൽ മുക്കിക്കൊല്ലാൻ തന്നെ തിരുവിതാംകൂർ രാജാവ് തീരുമാനിച്ചു. എല്ലാ പിന്തുണയോടും കൂടി, ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി വലിയ തേർവാഴ്ചയാണ് തൊഴിലാളികൾക്കെതിരായി സംഘടിപ്പിച്ചത്. ഗൂണ്ടകളെ സംഘടിപ്പിച്ചു തൊഴിലാളികളെ ആക്രമിക്കാൻ. യഥാർത്ഥത്തിൽ തൊഴിലാളികൾ ചെറുത്തു നിൽക്കുകയാണ് ആലപ്പുഴയിൽ ചെയ്തത്. മിഷൻ ഗണ്ണുകളുമായും തോക്കുകളുമായി ഗർജിച്ചു വരുന്ന പട്ടാളത്തിന് നേരെ ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് തൊഴിലാളികൾ വാരിക്കുന്തം കയ്യിലെടുത്തത്. സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അത്. പക്ഷേ ആ പോരാട്ടത്തിൽ സായുധസേനയുടെ ആക്രമണത്തിന് വിധേയമായി നൂറുകണക്കിന് കർഷക മക്കൾ, തൊഴിലാളികൾ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. ആലപ്പുഴയിലും അവിടെ പുന്നപ്രയിലും വയലാറിലുമായി 600-ൽ പരം പേർ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നുവെന്നാണ് വിവിധ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എല്ലാവരെയും വെടിവെച്ച് കൊന്ന് കുഴിച്ചു മൂടുകയായിരുന്നു അന്ന് ചെയ്തിരുന്നതെന്നത് തിരുവിതാംകൂർ സംഭവങ്ങൾ ഓർത്തെടുക്കുന്നവർക്ക് ഇന്ന് വിലയിരുത്താൻ സാധിക്കും. ഈ പോരാട്ടം ഒരു ഉജ്ജ്വലമായ സമരമായിരുന്നു. തൊഴിലാളി വർഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ലക്ഷ്യബോധത്തോടു കൂടി നടത്തിയ തൊഴിലാളികളുടെ പോരാട്ടം അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിലേക്ക് വലിച്ചെറിയും എന്ന പ്രഖ്യാപനമായിരുന്നു ആ സമരത്തിൽ മുഴങ്ങിക്കേട്ടിരുന്നത്. താൽക്കാലികമായി ആ സമരത്തെ അടിച്ചമർത്താൻ രാജഭരണത്തിന് സാധിച്ചു. വമ്പിച്ച പോലീസ് പട ആയുധശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ സമരത്തെ താൽക്കാലികമായി കീഴ്പ്പെടുത്തി. പക്ഷേ ആ സമരത്തിൽ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ, അതിലോരോന്നും പിന്നീട് കൂടുതൽ കൂടുതൽ തൊഴിലാളികൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ആ സമരം അമർന്ന് കത്തുന്ന ഒരു അഗ്നിയായിട്ട് രൂപാന്തരപ്പെട്ടു. അതിനെ തുടർന്ന് നടന്ന പോരാട്ടങ്ങളിൽ കൂടി തിരുവിതാംകൂർ മഹാരാജാവിന് തിരുവിതാംകൂർ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിലേക്ക് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയ പോരാട്ടത്തിൽ പങ്കെടുത്ത് ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം വൃഥാവിലാവുകയല്ല ചെയ്തത്. ആ പോരാട്ടം വിജയത്തിലേക്കെത്തി. അതിൻ്റെ ഭാഗമായിരുന്നു തിരുവിതാംകൂർ രാജാവ് വിട്ടുപോകാൻ നിർബന്ധിക്കപ്പെടുകയും ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്വതന്ത്ര രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യ മാറുമ്പോൾ അതിൻ്റെ ഭാഗമായി തിരുവിതാംകൂറും മാറുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതാണ് ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് പങ്കുവഹിച്ചു എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് പുന്നപ്ര വയലാർ സമരം. 46-ൽ നടന്ന സമരമായതുകൊണ്ട് സ്വാതന്ത്ര്യ സമരമായി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് ചില RSS ചരിത്ര പണ്ഡിതന്മാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നിലപാട്. ഇതൊന്നും സ്വാതന്ത്ര്യ സമരമല്ലെങ്കിൽ പിന്നെ ഏതാണ് സ്വാതന്ത്ര്യ സമരം? 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന സന്ദർഭത്തിൽ തിരുവിതാംകൂറിനും സ്വാതന്ത്ര്യം ലഭിക്കാനിടയായത്, സ്വതന്ത്ര നാട്ടുരാജ്യം എന്ന പദവിയിൽ മാറി ഇന്ത്യയുടെ ഭാഗമായി മാറിയത് സ്വാതന്ത്ര്യ സമരം ആണ്, പുന്നപ്ര വയലാർ സമരം എന്നതുകൊണ്ട് തന്നെയല്ലേ? അത് സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായില്ല. കോൺഗ്രസ്സുകാർ പുന്നപ്ര വയലാർ സമരത്തെ വഞ്ചനാ സമരം എന്നായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായി നടന്ന പോരാട്ടങ്ങളിലും കോൺഗ്രസ്സുകാർ അതൊരു ജനകീയ സമരമായി മാറ്റുന്നതിൽ വിമുഖത കാണിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് അതിനൊരു ജനകീയ സമരമാക്കി മാറ്റുന്നതിൽ ഓരോ പ്രദേശത്തും ബഹുജനങ്ങളെ അണിനിരത്താൻ തുടങ്ങിയത്. പുന്നപ്ര വയലാർ സമരത്തിലും കോൺഗ്രസ്സുകാർ പങ്കെടുത്തില്ല. ആദ്യം അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ചപ്പോൾ സർ CP-യുടെ നിലപാടിനെതിരായ നിലപാട് സ്വീകരിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് പിന്നെ സർ CP-യുടെ കൂടെ നിൽക്കുന്ന സ്ഥിതിവിശേഷം പുന്നപ്ര വയലാർ സമരഘാട്ട് നടന്നു. കമ്മ്യൂണിസ്റ്റുകാരെ കശാപ്പ് ചെയ്യാനുള്ള അവസരമായി ഇത് ഉപയോഗിക്കണമെന്നായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ ചിന്ത. അതിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ രാജാവ് നടത്തിയ എല്ലാ കള്ളപ്രചാരവേലകളും അന്ന് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തു. കമ്മ്യൂണിസ്റ്റുകാർ അക്രമകാരികളാണ്, കമ്മ്യൂണിസ്റ്റുകാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരാണ് എന്നെല്ലാം പ്രചരിപ്പിച്ച കഥ അന്ന് കോൺഗ്രസ്സുകാരും പ്രചരിപ്പിച്ചു. ഇതൊരു 13.5 സെൻറ്റിന് വേണ്ടിയുള്ള സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തെ അവർ വില കുറച്ച് കാണിച്ചു. അതിൻ്റെ ഫലമായി
ആ പ്രദേശത്തുള്ള ഇടത്തരക്കാരെയും ധനിക വിഭാഗത്തിൽപ്പെട്ടവരെയുമെല്ലാം രാജഭരണത്തിൻ്റെ ഭാഗമാക്കി നിർത്താൻ പല കള്ള പ്രചാരപരങ്ങളും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി സംഘടിപ്പിച്ചു. ആ പ്രചാരപരങ്ങളൊക്കെ കോൺഗ്രസ്സുകാർ അന്ന് ഏറ്റെടുത്തു. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി നുണപ്രചരണം നടത്തുന്ന പോലെ തന്നെ ആ പുന്നപ്പുറ വയലാർ സമര കാലഘട്ടത്തിലും നമുക്കെതിരായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള നിരവധി നുണകൾ ഒരേ സമയം പ്രചരിപ്പിക്കുന്ന അവസ്ഥ ആ കാലഘട്ടത്തിലുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പുന്നപ്പുറ വയലാറിൽ സമരം ചെയ്തത്. കോൺഗ്രസ് ആ സമരത്തെ അംഗീകരിച്ചില്ല. അവർ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ വി.പി. സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റായിരുന്നു വി.പി. സിംഗിൻ്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റാണ് പുന്നപ്പുറ വയലാർ സമരം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിച്ചത്. അത് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ശക്തിപ്പെട്ടതിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പിന്തുണയോടുകൂടി ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വരേണ്ടുന്ന സാഹചര്യം ദേശീയതലത്തിൽ സംജാതമായപ്പോഴാണ് പുന്നപ്പുറ വയലാർ സമരം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിക്കപ്പെട്ടത്. ഇന്ന് RSSകാർ ചരിത്ര പണ്ഡിതന്മാർ അത് സ്വാതന്ത്ര്യ സമരമല്ല എന്ന് മുദ്ര കുത്തിയതുകൊണ്ട് പുന്നപ്പുറ വയലാർ സമരം സ്വാതന്ത്ര്യ സമരമല്ലാതായി മാറുകയില്ല. അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഉജ്ജ്വലമായ പോരാട്ടം തന്നെയാണ് പുന്നപ്പുറ വയലാർ സമരം. അന്ന് തിരുവിതാംകൂറിൽ രാജഭരണത്തിനെതിരായി അങ്ങനെ ഒരു പോരാട്ടം നടന്നിരുന്നില്ലെങ്കിൽ തിരുവിതാംകൂർ സ്വതന്ത്ര നാട്ടുരാജ്യമായി തുടരുമായിരുന്നു. ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുകയും 47 സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുമായിരുന്നില്ല. മാത്രമല്ല, ഒരു പ്രബല രാജ്യമായുള്ള തിരുവിതാംകൂർ അത്തരത്തിൽ നിന്നിരുന്നെങ്കിൽ മറ്റു പല നാട്ടുരാജ്യങ്ങൾക്കും അങ്ങനെ നിൽക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടായി കൊടുക്കാൻ രാജഭരണകാലത്ത് അവർക്ക് സാധിക്കുമായിരുന്നു. അത് മുഴുവൻ തകർന്നത് പുന്നപ്പുറ വയലാർ സമരത്തോടു കൂടിയാണ്. ഹൈദരാബാദിലെ നൈസാം അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അവിടെയും കമ്മ്യൂണിസ്റ്റുകാർ ഹൈദരാബാദിലെ നൈസാമിനെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ചു. തെലുങ്കാന സമരം 46-ൽ തന്നെയാണ് തുടങ്ങിയത്. ആ സമരം സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടർന്നു. 3000-ൽ പരം ഗ്രാമങ്ങൾ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലായി മാറിയ ഐതിഹാസികമായൊരു സമരമായിരുന്നു തെലുങ്കാന സമരം. ആ തെലുങ്കാന സമരം ലോകചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സമരമായിരുന്നു തെലുങ്കാന സമരം. ആ സമരത്തെ അടിച്ചമർത്താൻ ഹൈദരാബാദിലെ നൈസാം റസാക്കർ സേനയെ ഉപയോഗിച്ചു. റസാക്കർമാരുമായി കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റുമുട്ടി. അതിൻ്റെ ഫലമായി ഹൈദരാബാദിലെ നൈസാമിൻ്റെ സൈന്യമായിരുന്ന റസാക്കർ സേന ദുർബലമായി. ആ റസാക്കർ സേന ദുർബലമായ സാഹചര്യം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈദരാബാദ് പിന്നീട് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുവാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം സാധിച്ചത് എന്നത് ഒരു ചരിത്ര സംഭവമാണ്. ആ ഹൈദരാബാദിലെ നൈസാമിനെതിരായി നടന്ന പോരാട്ടം അത് ഏറ്റവും വലിയ പോരാട്ടമായി നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ കാരണം അതിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച ത്യാഗത്തിൻ്റെ കഥയുണ്ട്. പുന്നപ്പുറ വയലാറിനെ പോലെ തന്നെ ഇത്തരം പോരാട്ടങ്ങളിലാണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കുവഹിച്ചു എന്ന് ചോദിക്കുന്നവർ ഈ പോരാട്ട ചരിത്രം പഠിക്കണം. സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാ തരത്തിലും സാമ്രാജ്യവിരുദ്ധ മനോഭാവമുള്ളവരാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർക്ക് എവിടെയായാലും കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണയുമായി രംഗത്തെത്താറുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്ന് പോയിട്ടും ചില പ്രദേശങ്ങളിൽ പോർച്ചുഗീസുകാർ ഭരിച്ചു. ഗോവ ഉൾപ്പെടെയുള്ള പ്രദേശം പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു 47-ന് ശേഷവും. മാഹി, പോണ്ടിച്ചേരി, യാനം, കാരിക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ അത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഈ പ്രദേശങ്ങൾ സാമ്രാജ്യത്വ ഭരണത്തിന് കീഴിൽ തന്നെയായിരുന്നു. എന്നാൽ 47-ന് ശേഷം മാഹി വിമോചന സമരം നടന്നു. അതൊരു സാമ്രാജ്യവിരുദ്ധ സമരമാണ്. ആ സാമ്രാജ്യവിരുദ്ധ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ സജീവമായി പങ്കെടുത്തു. 2 സഖാക്കൾ ആ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായി. സഖാക്കൾ അച്യുതനും അനന്തനും. ചെറുകല്ലായി കുന്നിൽ വെച്ച് നടന്ന വെടിവെപ്പിൽ 2 പേർ ജീവത്യാഗം ചെയ്തു. അതിനുശേഷമാണ് ഗോവ പോർച്ചുഗീസ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സമരം നടക്കുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തു.
അതെല്ലാം സാമ്രാജ്യത്തിനെതിരായ പോരാട്ടമായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഗോവയിലും മാഹിയിലും നടന്ന സമരത്തിൽ പങ്കെടുത്തത്. അതൊരു സാമ്രാജ്യവിരുദ്ധ പോരാട്ടങ്ങളാണ്. ആ പ്രദേശങ്ങൾ പിന്നീട് സ്വതന്ത്ര രാജ്യങ്ങളായി മാറിയത് ഈ പോരാട്ടത്തിന് ശേഷമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായ പോരാട്ടം, മറ്റ് സാമ്രാജ്യത്വ ഭരണാധികാരികൾക്കെതിരായ പോരാട്ടം തുടർച്ചയായി നടത്തി വന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ ജനിക്കുമ്പോൾ തന്നെ ഈ പ്രസ്ഥാനം സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനമായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ സാമ്രാജ്യവിരുദ്ധ മനോഭാവത്തെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെയും ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് മാറി. ഇത്തരം പോരാട്ടത്തിൽ കൂടിയാണത് സാധിച്ചത്. അതിൻ്റെ ഫലമായി ജനാധിപത്യം, പാർലമെൻ്ററി ജനാധിപത്യം, മതനിരപേക്ഷത, ബഹുസ്വരത, സ്വതന്ത്രമായ ജുഡീഷ്യറി, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയായിട്ട് മാറി. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന തന്നെ തകർക്കാനുള്ള നീക്കമാണ് ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന BJP സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. കേരളവും നിരവധി പോരാട്ടങ്ങളിൽ കൂടിയാണ് കേരളത്തിൽ മാറ്റങ്ങൾ വന്നത്. 57-ലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ EMS നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് പുന്നപ്ര വയലാർ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് 57-ലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. പുന്നപ്ര വയലാറിന് മുമ്പ് 1940-ൽ സാമ്രാജ്യവിരുദ്ധ പോരാട്ടം കമ്മ്യൂണിസ്റ്റുകാർ 39-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതിന് ശേഷം 40 സെപ്റ്റംബർ 15 സാമ്രാജ്യവിരുദ്ധ ദിനമായിട്ട് ആഹ്വാനം ചെയ്തു. ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് തലശ്ശേരി കടപ്പുറത്ത് 2 പേർ രക്തസാക്ഷികളായത്. സഖാക്കൾ അബു ചാത്തക്കുട്ടി. 1941 ശേഷം നടന്ന കയ്യൂരിലെ സംഭവം, അതിൽ 4 സഖാക്കൾ, കയ്യൂരിലെ 4 കർഷക മക്കൾ 1943 സെൻട്രൽ ജയിലിൽ 4 പേരെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ തൂക്കുമരത്തിൽ കയറ്റിയത് ബ്രിട്ടീഷ് ഭരണകൂടം. ഇതെല്ലാം സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കല്ലേ? ജീവത്യാഗം ചെയ്തുകൊണ്ട്, ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായത്. മൊറാഡ സംഭവം, മട്ടന്നൂർ സംഭവം, ഇതെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള ഉജ്ജ്വലമായ സംഭവ പരമ്പരകളല്ലേ? കമ്മ്യൂണിസ്റ്റുകാർ ജന്മിത്വത്തിനെതിരായി പോരാടി. കരിവള്ളൂർ, കാവുമ്പായി, മുനയംകുന്ന്, പാടിക്കുന്ന്, ഒഞ്ചിയം, തില്ലങ്കേരി, ശൂരനാട് തുടങ്ങിയ പോരാട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ചിട്ടുള്ള പങ്ക്, അതെല്ലാം ജന്മിത്വത്തിൻ്റെതായി നടന്ന പോരാട്ടം. ഇത്തരം പോരാട്ടങ്ങളിൽ കൂടിയാണ് 1957-ൽ കേരളത്തിൽ ആദ്യമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. ഇത്തരം പോരാട്ടങ്ങളിൽ കൂടിയാണ്. ഇതെല്ലാം യാദൃശ്ചികമായി വന്ന മാറ്റങ്ങളല്ല. ജീവൻ കൊടുത്ത് നടത്തിയ പോരാട്ടത്തിൽ കൂടിയാണ് നമ്മുടെ നാടിൻ്റെ ഇതിഹാസം കമ്മ്യൂണിസ്റ്റുകാർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും അഭിമാനം നൽകുന്ന ഘടകങ്ങളാണിത്. ഈ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം വൃഥാവിലാവുകയല്ല ചെയ്തത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് കേരളത്തിലും ഇടതുപക്ഷ സർക്കാർ 57-ന് ശേഷം വിവിധ സന്ദർഭത്തിൽ വന്നതിൻ്റെ ഫലമായി സാമൂഹ്യ മാറ്റത്തിൽ ഇടപെട്ടു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതിയും സാമൂഹ്യ പദവിയും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനയാണ്. പുന്നപ്ര വയലാറിൽ ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ ആ രക്തസാക്ഷിത്വം വഴിയാണ് നമുക്ക് ഈ നേട്ടങ്ങളുണ്ടായത്. സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ, തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ, കർഷകരുടെ അവകാശങ്ങൾ, വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള അവകാശങ്ങൾ, ഇതിനെല്ലാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലം കേരളത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത് ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി വന്ന നേട്ടമാണെന്നുള്ള വസ്തുത നാം വിസ്മരിക്കരുത്. ഇന്ന് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വാർഷികം ആചരിക്കുന്ന സന്ദർഭത്തിൽ ദേശീയതലത്തിലും കേരളത്തിലും വന്ന ഈ മാറ്റങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നാം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കണം. ദേശീയതലത്തിൽ BJP സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് തൊഴിലാളി വിരുദ്ധവും
കർഷക വിരുദ്ധവും അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം തന്നെ നിഷേധിക്കുന്നതുമാണ്. സ്ത്രീ സുരക്ഷയില്ലാത്ത രാജ്യം, മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്കും ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ലാത്ത രാജ്യം. ഇതാണ് BJP ഭരിക്കുന്ന ഇന്നത്തെ ഇന്ത്യ. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എല്ലാവർക്കും സുരക്ഷിതത്വം, മതനിരപേക്ഷത, ജനാധിപത്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഭരണ സംവിധാനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഭരണം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും വീട്, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ ഇതെല്ലാം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നൊരു സർക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. ഇത് പുന്നപ്ര സമരത്തിൻ്റെ നേട്ടമാണ്. ഇങ്ങനെയൊരു സർക്കാർ വിവിധ സന്ദർഭങ്ങൾ രൂപീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവസരം ലഭിക്കുന്നത് ഈ പോരാട്ടത്തിൻ്റെ അതിൻ്റെ ഫലം ഇന്നും കേരളീയ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനമാണ്. ഈ പോരാട്ടങ്ങളുടെ അനന്തരഫലമാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റവും ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റവും കേരളത്തിൽ സാധ്യമാക്കുന്നത്. ഈ സ്ഥിതിവിശേഷത്തെ അട്ടിമറിക്കാൻ പുന്നപ്ര സമരം പരാജയപ്പെടുത്താൻ ശ്രമിച്ച ശക്തികൾ പുതിയ രൂപത്തിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന വസ്തുത നാം കാണാതിരിക്കരുത്. അതിനുവേണ്ടി വിശാലമായ സഖ്യമുണ്ടാക്കാൻ അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനൊരു തുടർഭരണം ലഭിക്കാം എന്നുള്ള ചർച്ച ഉയർന്നു വന്നപ്പോൾ അത്തരമൊരു തുടർഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധന്മാർക്ക് സാധിക്കുന്നില്ല. വീണ്ടും ഇടതുപക്ഷം വന്നാൽ നമ്മുടെ ഗതി എന്തായിരിക്കും എന്നതാണ് വലതുപക്ഷ ശക്തികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടവർ കുതന്ത്രം മെനയുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ ജാതിമത ശക്തികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വലതുപക്ഷത്തിൻ്റെ ആകെ ഏകീകരണമാണ് ഇടതുപക്ഷ വിരുദ്ധന്മാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗും കോൺഗ്രസും ആയി ഇന്നത്തെ UDF മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവരുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഫലത്തിൽ ഇന്നത്തെ ഐക്യ ജനാധിപത്യ മുന്നണി മുസ്ലിം ലീഗ് നയിക്കുന്ന ഒരു മുന്നണിയായിട്ട് മാറും. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രമായിരിക്കും ആ മുന്നണിയെ സ്വാധീനിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രം സ്വാധീനിക്കാൻ തുടങ്ങിയെന്നതിൻ്റെ തെളിവാണ് തുർക്കിയിലെ ഹാഗിയ സോഫിയ മ്യൂസിയം മുസ്ലിം പള്ളിയാക്കി മാറ്റിയ നടപടിയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ന്യായീകരിച്ചു. ഇത്തരമൊരു നിലപാട് ലീഗ് സ്വീകരിച്ചപ്പോൾ അതിനെതിർക്കാൻ കോൺഗ്രസ്സിന് പോലും സാധിച്ചില്ല. കാരണം മുസ്ലിം ലീഗാണ് UDFൻ്റെ നയം ഇന്ന് രൂപീകരിക്കുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം ഏറ്റെടുക്കേണ്ടതൊരു മുന്നണിയായി ഈ മുന്നണി മാറുന്നു എന്നതാണ് ഇത് പ്രകടമായി തെളിയിക്കപ്പെടുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ ശ്രമിക്കുന്ന RSSന് അവസരം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായി എങ്ങനെയും നിയമസഭയിൽ കുറച്ച് സീറ്റ് കൈക്കലാക്കണമെന്ന് ചിന്തിക്കുന്ന RSS നേതൃത്വത്തിലുള്ള BJP ഹിന്ദുത്വ വർഗീയതക്ക് തീ കൊടുത്ത് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. രണ്ട് വർഗീയ ശക്തികൾ ചീരതിരിഞ്ഞ് വലതുപക്ഷ ശക്തികൾ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷത്തെ അധികാരം നിന്ന് പുറത്താക്കാൻ ഇവർ രണ്ടും യോജിക്കുകയാണ് വ്യത്യസ്തമായ രൂപത്തിൽ. 91 വടകര പാർലമെൻറ്റിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലുമുണ്ടായ കോലീബി സഖ്യം അതേ രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ ഇപ്പോൾ സാധിച്ചു എന്ന് വരില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നടത്തിയ പരീക്ഷണം UDFൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും, UDFൻ്റെ വോട്ട് BJPക്ക് മാറി ചെയ്യുക. ഈ പരീക്ഷണമാണ് പല സ്ഥലത്തും അവർ നടപ്പാക്കാൻ അണിയറയിൽ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണാൻ UDF കൺവീനർ MM ഹസ്സൻ നിലമ്പൂരിലേക്ക് പോകുന്നു. RSS കാര്യാലയത്തിൽ പോയി മുൻ ആഭ്യന്തരകാര്യമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചർച്ച നടത്തുന്നു. ഇതൊന്നും യാദൃശ്ചികമല്ല. ഇത് അണിയറയിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി നടക്കുന്ന ഇടപെടലുകളാണെന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം. പുന്നപ്ര സമരത്തെ പരാജയപ്പെടുത്താൻ എങ്ങനെയാണോ ശത്രുവർഗങ്ങൾ അന്ന് ഒത്തുകൂടിയത്, അതേ രൂപത്തിൽ ഒത്തുകൂടാൻ അവരിപ്പോൾ പരിശ്രമിക്കുകയാണ്. പുന്നപ്ര സമരത്തിൽ വെടിവെപ്പ് നടന്ന് നമ്മുടെ ഓഫീസുകളും മറ്റും കൈയടക്കാൻ, കൈക്കലാക്കി, കൈവശപ്പെടുത്താൻ ശത്രുവർഗം ശ്രമിച്ചു. അതേപോലെ നമ്മുടെ അധികാരം പുറത്താക്കി
ഈ ഭരണം കൈക്കലാക്കാനാണ് ശത്രുവർഗം ഇപ്പോൾ അണിയറയിൽ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തൊഴിലാളി വർഗം നേരിടണം, ജനങ്ങൾ നേരിടണം. വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ നീക്കത്തെ പരാജയപ്പെടുത്തണം. കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, നാടിൻ്റെ മക്കൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ വലതുപക്ഷ നീക്കത്തെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. നമുക്കത് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതായിരിക്കും. ഗുജറാത്തിലേതുപോലുള്ള സംഭവങ്ങൾ, ഉത്തർപ്രദേശ് പോലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്ന സംസ്ഥാനമായി കേരളം മാറും. അത് മാറാതിരിക്കണമെങ്കിൽ നാം സജീവ ജാഗ്രത പാലിക്കണം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ജാതിമത വിഭാഗത്തിൽപ്പെട്ടവർക്കും സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുന്ന കേരളം, ഇതില്ലാതാക്കാനാണ് ഇവിടെ വിവിധ ശക്തികൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഈ നീക്കം മനസ്സിലാക്കി ഈ മതനിരപേക്ഷ കേരളത്തെ സംരക്ഷിക്കും എന്നുള്ള പോരാട്ടം നാം ഏറ്റെടുക്കണം. പുതിയൊരു കേരളം സൃഷ്ടിക്കണം, നവകേരളം സൃഷ്ടിക്കണം, സമൃദ്ധമായ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടത്. പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ നമ്മുടെ കൂറ് നാം പുലർത്തേണ്ടത് ഈ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കണം. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഓരോരുത്തരെയും നമ്മുടെ കൂടെ അണിനിരത്താൻ കഴിയുന്ന വിധത്തിലുള്ള ക്ഷമാപൂർവമായ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കണം. അതിന് ആസന്നമായ തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ, ഡിസംബർ മാസം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സജീവമായി എല്ലാവരും പങ്കെടുക്കാൻ പുന്നപ്രവയലാറിലെ പോരാട്ടവും രക്തസാക്ഷി സ്മരണയും നമുക്ക് കൂടുതൽ ഉത്തേജനം നൽകും. പോരാട്ടത്തിൽ പങ്കാളികളാവുക, ഈ പോരാട്ടത്തിൽ വിജയിക്കുക. ആ വിജയമായിരിക്കും പുന്നപ്രവയലാർ രക്തസാക്ഷികളോട് നാം കാണിക്കുന്ന കൂട്, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉത്തരവാദിത്വം. അത് ഏറ്റെടുക്കാൻ ഓരോരുത്തർക്കും പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ രക്തസാക്ഷി വാർഷികാചരണ പരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ എല്ലാ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജനങ്ങളെയും ഇത് കേൾക്കുന്ന ആളുകളെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ.